നമസ്കാരം സുഹൃത്തുക്കളെ. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 67 പരീക്ഷയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഈ ഒരു പരീക്ഷയിലുള്ളത്. INC, സ്വദേശി മൂവ്മെന്റ്, സ്വാതന്ത്ര്യ സമര സേനാനികൾ, സംഘടനകളും സ്ഥാപകരും, അതാണ് മെയിൻ ആയിട്ട് വരുന്നത്. കമ്പ്യൂട്ടറിന്റെ ഇന്റർനെറ്റിന്റെ ഒരു ടോപ്പിക്കും കൂടെ വരുന്നുണ്ട്. ഫുൾ മാർക്ക് തന്നെ മേടിച്ചേക്കണേ. ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഫുൾ മാർക്ക് തന്നെ മേടിക്കാൻ വേണ്ടി ശ്രമിക്കാം. വീഡിയോയിലേക്ക് പോവാം. എന്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ടല്ലേ മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ്സുകളെല്ലാം ഇട്ട് തരുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം ഇവിടുന്ന് കൂടി നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടി ഒന്ന് സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനെ കണ്ടെത്തുക. രാജാറാം മോഹൻ റോയ്, ദാദാഭായ് നവറോജി, WC ബാനർജി, AO ഹ്യൂം. 2. ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് സമ്മേളനത്തിലാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം വഹിച്ചത്? ബെൽഗാം, കൽക്കട്ട, ബോംബെ, അലഹാബാദ്. 3. പൂർണ്ണ സ്വരാജ് കോൺഗ്രസിന്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ച സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു. 4. ചുവടെ തന്നിരിക്കുന്നതിൽ മിതവാദി ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കൾ ആരെല്ലാം ആണെന്ന് കണ്ടെത്തുക. ദാദാഭായ് നവറോജി, WC ബാനർജി, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്. മിതവാദി ഗ്രൂപ്പിലെ ആൾക്കാരെയാണ്. ഓപ്ഷൻ നോക്കാം, ഉത്തരം എഴുതിക്കോളാം. 5. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? ലാഹോർ, ബംഗാൾ, പഞ്ചാബ്, ഡൽഹി. 6. ബംഗാൾ വിഭജനവുമായി സംബന്ധിച്ച പ്രസ്താവനകളാണ് ചുവടെ തന്നിരിക്കുന്നത്. തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന് ഉദാഹരണമായിരുന്നു ബംഗാൾ വിഭജനം. രണ്ടാമത്തെ പ്രസ്താവന, ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ജൂലൈ 20-നാണ്. മൂന്നാമത്തെ പ്രസ്താവന, ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആയിരുന്നത് മിന്റോ രണ്ടാമനാണ്. നാലാമത്തെ പ്രസ്താവന, ബംഗാൾ മുഴുവൻ വിലാപ ദിനമായി ആചരിച്ചത് ഒക്ടോബർ 16-നാണ്. ഇതിൽ ഒരു പ്രസ്താവന തെറ്റിപ്പോയിട്ടുണ്ട്. അത് ഏതാണെന്ന് കണ്ടെത്താനാണേ. 7. മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഈ വാക്കുകൾ ആരുടേതാണ്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, VO ചിദംബരം പിള്ള, ബിപിൻ ചന്ദ്രപാൽ. 8. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. കാശ്മീരിലെ അക്ബർ, സൈനുലാബ്ദീൻ. സമാധാനത്തിന്റെ മനുഷ്യൻ, ലാലാ ലജ്പത് റായി. മറാത്ത കേസരി, ബാലഗംഗാധര തിലകൻ. ബംഗാൾ കടുവ, ബിപിൻ ചന്ദ്രപാൽ. 9. ചുവടെ തന്നിരിക്കുന്ന വിശേഷണങ്ങൾ പരിശോധിച്ച് വ്യക്തി ആരാണെന്ന് കണ്ടെത്തുക. ഹിതകാരിണി സമാജം സ്ഥാപിച്ചു. ഹിതകാരിണി സമാജം സ്ഥാപിച്ചു. ആന്ധ്രയിലെ രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്നു. വിവേകവർദ്ധിനി എന്ന മാസിക ആരംഭിച്ചു. 3 സൂചനകളുണ്ട്. വ്യക്തികൾ, വീരേശലിംഗം, ജ്യോതിബ ഫൂലെ, EB രാമസ്വാമി നായിക്കർ, ആത്മാറാം പാണ്ഡുരംഗ്. ഇതിൽ ഒരാളാണ് കണ്ടെത്തുക. 10. പ്രമുഖ സംഘടനകളും സ്ഥാപകരുമാണ് ചുവടെ തന്നിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. യങ് ബംഗാൾ മൂവ്മെന്റ്, ഹെൻറി വിവിയൻ ഡെറോസിയോ. അനുശീലൻ സമിതി, ബരീന്ദ്രകുമാർ ഘോഷ്. സേവാ സദൻ, BM മലബാറി. ഭാരതീയ വിദ്യാഭവൻ, KM മുൻഷി. ഇതിൽ ശരിയായ ജോഡികൾ കണ്ടെത്താനാണ്. ഓപ്ഷൻ നോക്കുക, ഉത്തരം എഴുതിക്കോളാം. 11.
മിസസ് ആനി ബസന്ത് ഡാഷ് വഴി ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു. ആര്യ സമാജം, ഹോം റൂൾ മൂവ്മെന്റ്, INA, ബ്രഹ്മസമാജം. 12. സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? മാഡം ഭിക്കാജി കാമ, ആനി ബസന്റ്, ബാലഗംഗാധര തിലക്, സുഭാഷ് ചന്ദ്രബോസ്. 13. എ നേഷൻ ഇൻ മേക്കിംഗ് എന്നത് ആരുടെ രചനയാണ്? സരോജിനി നായിഡു, ജവഹർലാൽ നെഹ്റു, അബുൾ കലാം ആസാദ്, സുരേന്ദ്രനാഥ ബാനർജി. 14. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും സെർച്ച് എഞ്ചിന് ഉദാഹരണം അല്ലാത്തത് കണ്ടെത്തുക. ഗൂഗിൾ, ഗൂഗിൾ ക്രോം, യാഹു, അൾട്ടാവിസ്ത. 15. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. സ്ഥാപകരാണ് ഗൂഗിൾ, സ്റ്റീവ് ജോബ്സ്, ഇമെയിൽ, റേ ടോംലിൻസൺ, യൂട്യൂബ്, സ്റ്റീവ് ഷെൻ, ട്വിറ്റർ, ജാക്ക് ഡോർസി. ഓക്കെ, ഇത്രയായിരുന്നേ ചോദ്യങ്ങൾ. ഇനി ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനെ കണ്ടെത്തുക. സ്ഥാപകൻ AO ഹ്യൂം ആണ്. D, AO ഹ്യൂം. 2. ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് സമ്മേളനത്തിലാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം വഹിച്ചത്? A, ബെൽഗാം സമ്മേളനമാണ്. ബെൽഗാം സമ്മേളനം. 3. പൂർണ്ണ സ്വരാജ് കോൺഗ്രസിന്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ച സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. D ആണ് ഉത്തരം, ജവഹർലാൽ നെഹ്റു. 4. ചുവടെ തന്നിരിക്കുന്നതിൽ മിതവാദി ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കൾ ആരെല്ലാമാണെന്ന് കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്ന ലിസ്റ്റില് ദാദാഭായ് നവറോജിയും WC ബാനർജിയുമാണ്. 1ഉം 2ഉം മാത്രം. A ആണ് ഉത്തരം. 5. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം. 6. ബംഗാൾ വിഭജനവുമായി സംബന്ധിച്ച പ്രസ്താവനകളാണ് ചുവടെ തന്നിരിക്കുന്നത്. തെറ്റായത് കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന B ആണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ മാസം 16-ാം തീയതിയാണ്. 7. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഈ വാക്കുകൾ ബാലഗംഗാധര തിലകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളാണിത്. B. 8. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. ഇവിടെ വിശേഷണങ്ങളാണ്. വ്യക്തികളും വിശേഷണങ്ങളും. B ആണ് തെറ്റിപ്പോയത്. സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി. 9. ചുവടെ തന്നിരിക്കുന്ന വിശേഷണങ്ങൾ പരിശോധിച്ച് വ്യക്തി ആരാണെന്ന് കണ്ടെത്തുക. ഹിതകാരണി സമാജം എന്ന് പറഞ്ഞപ്പോൾ തന്നെ കെട്ടിക്കാണു അല്ലെ? വീരേശലിംഗമാണ്. വീരേശലിംഗം പന്തലു. വീരേശലിംഗം പന്തലു ആണ്. 10. പ്രമുഖ സംഘടനകളും സ്ഥാപകരുമാണ് ചുവടെ തന്നിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഈ തന്നിരിക്കുന്ന 4 ജോഡികളും ശരിയാണ്. ഉത്തരം D, മേൽ പറഞ്ഞവ എല്ലാം. യങ് ബംഗാൾ മൂവ്മെന്റ് ഹെൻറി വിവിയൻ ഡെറോസിയോ. അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷ്. സേവാ സദൻ BM മലബാറി. സേവാ സദൻ നോട്ട് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടന്റ് ആണേ. ഭാരതീയ വിദ്യാഭവൻ KM മുൻഷി. അടുത്ത ചോദ്യം, മിസസ് ആനി ബസന്ത് എന്ത് വഴി ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു? ഹോം റൂൾ മൂവ്മെന്റ് ആണ്. ഹോം റൂൾ മൂവ്മെന്റ് വഴി. 12. സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാ? ആനി ബസന്റ് ആണ് പ്രഖ്യാപിച്ചത്. ആനി ബസന്റ്. B. 13. എ നേഷൻ ഇൻ മേക്കിംഗ് എന്നത് ആരുടെ രചനയാണ്? സുരേന്ദ്രനാഥ ബാനർജിയുടെ രചനയാണ് എ നേഷൻ ഇൻ മേക്കിംഗ് എന്നത്. 14. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും സെർച്ച് എഞ്ചിന് ഉദാഹരണം അല്ലാത്തത് കണ്ടെത്തുക. സെർച്ച് എഞ്ചിന് ഉദാഹരണം അല്ലാത്തത് ഗൂഗിൾ ക്രോം. ഗൂഗിൾ ക്രോം എന്നതൊരു വെബ് ബ്രൗസർ ആണ്. 15. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി A ആണ്. ഗൂഗിളിന്റെ സ്ഥാപകർ ലാറി പേജും സെർജി ബ്രിന്നുമാണ്. സ്റ്റീവ് ജോബ്സ്,
ആപ്പിളിന്റെ സ്ഥാപകനാണ്. അപ്പോൾ എത്ര മാർക്ക് കിട്ടി നിങ്ങൾക്ക്? അപ്പൊ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ലേ? മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുക. പിന്നെ ഈ പോർഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും എടുത്ത് പഠിച്ചോണം. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ്. എളുപ്പമായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അത് നിങ്ങളുടെ സ്നേഹം കാണിക്കാനുള്ള ചെറിയൊരു ടോക്കൺ ആണല്ലോ. ലൈക്ക് ചെയ്തിട്ട് പോവുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.